20 വർഷമായി ഗൾഫിലാണ്. എന്നിട്ടും സ്വന്തമെന്ന് പറയാൻ ഒരു വീട് ഇതുവരെ ആയിട്ടില്ല. വിഷമിക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ യുവത്വം, വിയർപ്പ്, ആരോഗ്യം എന്നിവ നൽകിയ നൂറുകണക്കിന് ഗൾഫ് മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ പരിഭ്രമിക്കുന്നത് കാണാം. അവർ എല്ലാ മാസവും നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. മറ്റൊരാളുടെ വീട്, വിവാഹം, എമർജൻസി എന്നിങ്ങനെ തുടർക്കഥകൾ എന്നും മുന്നിലുണ്ടാവും. ലീവിന് വരുമ്പോൾ എല്ലാവരും അവരോട് ചോദിക്കും, നിങ്ങളുടെ വീട് പണി ഇതുവരെയും തുടങ്ങിയില്ലേ? കൂട്ടത്തിൽ സ്വന്തം കാര്യം കൂടി നോക്കണം സുലൈമാനെ എന്ന മറ്റൊരു ഉപദേശവും. വെറുതെ ഒന്ന് വിഷമിപ്പിക്കാനല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇക്കൂട്ടർക്കില്ല. മനസ്സ് വിങ്ങുമ്പോ ഇത്തവണ എന്തായാലും എന്നൊക്കെ ഒരു ഉറച്ച തീരുമാനമെടുക്കും. ആ ചൂടിൽ ആരെയൊക്കെയോ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒന്ന് ഉറക്കമുണരുമ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമാവും. കാലിയായ പോക്കറ്റുമായി എമിഗ്രേഷന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അടുത്ത ലീവിന് എന്തായാലും എന്നൊക്കെ ഒരു ആനയുറപ്പിൽ തീരുമാനിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ പ്രവാസക്കണി. ഇത് ആരുടെയും തെറ്റല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും, തീർച്ച, ആഗ്രഹിച്ചാൽ. ഞാൻ സലീമാണ്. കടബാധ്യതയില്ലാതെ സ്വന്തമായൊരു വീട്, വളരെ വൈകുന്നതിന് മുമ്പ് കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതം, ഗൾഫ് വിട്ടാലും ഒരു വരുമാന മാർഗം, ഇതൊക്കെയാണ് പ്രവാസിതം കമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ. കൂടുതൽ അറിയാൻ ഫോളോ ചെയ്യണം. എല്ലാ പ്രവാസികളെയും കൂടെ ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുകയാണ്. പ്രവാസിതം കമ്മ്യൂണിറ്റി, സ്റ്റേ ട്യൂൺഡ്.